ഉച്ച കഴിഞ്ഞ് പണിയെല്ലാം തീർത്തിരിക്കുമ്പോഴത്തേക്കും വേണ്ട ടിറ്റോ ചേട്ടൻ മീനുമായിട്ട് വന്നു. മീൻ ഇപ്പം തന്നെ കറി വെക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടേ ചോറുണ്ണണമെന്നുള്ളത്. പിന്നെ എന്നാ ചെയ്യാനാ, അങ്ങ് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ടത്തേക്കും ആവുമല്ലോ. അങ്ങനത്തെ ചൂര കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. നല്ല പീസാക്കി വെട്ടിയാണ് മേടിച്ചത്. അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. ഉപ്പും ഗോതമ്പ് പൊടി ഇട്ട് നല്ലതായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകുമ്പം തന്നെ ഉളുമ്പെല്ലാം പൊക്കോളും. അവർ നല്ല പീസായിട്ടാണ് കഴുകി തന്നത്. അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട 2-3 പ്രാവശ്യം നന്നായിട്ട് ഗോതമ്പ് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉപ്പിട്ട് നല്ല സൂപ്പറായിട്ട് കഴുകി ആണ് നമ്മൾ കറി വെക്കുന്നത്. അതിൻ്റെ അഴുക്കൊക്കെ കഴുകി കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട ഞാൻ കഴുകി വൃത്തിയാക്കി മീൻ റെഡിയാക്കുവാണേ. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിക്കകത്ത് നമ്മൾ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ച്, നിങ്ങൾക്കറിയാലോ മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഉലുവ ഇട്ടു. കടുകിടുന്നത് നിങ്ങൾ കണ്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടാണ്. കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് മൂപ്പിക്കും. പിന്നെ പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ച് റെഡിയാക്കും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കല്ലുകുട്ടി വരുന്നുണ്ട്, പോകുന്നുണ്ട്. കല്ലുകുട്ടി ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നല്ല ഉറക്കം. ഒരു 2 മണിക്കൂർ ഉറങ്ങുന്നു. ഇന്നത്തെ പുള്ളിക്കാരി ഉറങ്ങിയിട്ടേ ഇല്ല. ടിറ്റോ ചേട്ടൻ ചോറുണ്ണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. മീൻകറി വെന്തിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അവിടെ മുറിയിലുണ്ട്. അവളുമായിട്ട് കളിക്കുക, പാറക്കുട്ടിയും കല്ലുമായിട്ട്. അപ്പം ഞാനിവിടെ ധൃതി പിടിച്ച് കറി വെക്കുന്നു. ചാച്ച അപ്പുറം ചോറൊക്കെ ഉണ്ട് കിടക്കുന്നത്. ഞങ്ങൾ ടിറ്റോ ചേട്ടൻ വന്നപ്പോൾ ഒരു 2:30 സമയമായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാണ് ഈ പരിപാടിയൊക്കെ, മീനൊക്കെ കറി എടുക്കുന്നത്. ഇന്ന് ഇത്തിരി താമസിച്ച് പോയി ചോറുണ്ണാൻ. ഞാൻ കഴിച്ചില്ലായിരുന്നു. വന്നിട്ട് കഴിക്കാൻ. ഇന്ന് അവധിയുള്ള ദിവസമല്ലേ, അപ്പോൾ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും ഒരുമിച്ച് കഴിക്കുന്നില്ലല്ലോ പകലൊന്നും. വൈകിട്ടും ചിലപ്പോഴേ ഒരുമിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ജോലി കഴിഞ്ഞ് പാതിരാത്രിയിലും വെളുപ്പിനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ആദ്യമുള്ള ദിവസം ഒരുമിച്ച് കഴിക്കാൻ കഴിവതും നോക്കാറുണ്ട്. അങ്ങനെ വേണ്ട മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് ടിറ്റോ ചേട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പച്ചക്കറി എടുത്ത് മുറത്തിലോട്ട് ഇട്ടതേ ഉള്ളൂ. അന്നേരം വേണ്ട അവൾ പറന്നെത്തി അതെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വിധത്തിൽ എല്ലാം സെറ്റാക്കി ഞാൻ എടുത്ത് വെച്ചു. ഇപ്പം മെഴുക്കുവരട്ടി വെക്കാനുള്ള അച്ചിങ്ങായും എടുത്ത് പാത്രത്തിൽ വെച്ചു. അവളെ ഓടിച്ച് എല്ലാം കഴുകി റെഡിയാക്കി. മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാം. അപ്പുറത്തെ അടുപ്പേ മീൻകറി റെഡിയാവുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു. നമുക്കറിയാമല്ലോ, എല്ലാം കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇതിനകത്ത്. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ട് മൂപ്പിച്ച്, സവോള ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അച്ചിങ്ങായും കൂടെ കുടഞ്ഞിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. അത്രേ ഉള്ളൂ. ഒലർന്ന് വരണം. ഇപ്പം ഒലരാനുള്ള സമയമൊന്നും ഉണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും കറി വെച്ച് ഞങ്ങൾക്ക് ചോറുന്നുണ്ടല്ലേ. അതുകൊണ്ട് ധൃതിയിലെല്ലാം ഓടിച്ച് ചെയ്യുക.
സുന്ദരിക്ക് ഉറക്കം വരുന്നുണ്ടോ? അവിയലുണ്ടല്ലോ, എന്താ പറയുക. ഇതേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പരിപാടി ഇന്ന് നടന്നിട്ടില്ല, തുണിയൊന്നും അലക്കിയിട്ടില്ല ഈ മഴ കാരണം. എന്താ ചെയ്യാനാന്ന് പറ. ഒരു കാലത്ത് വെയിലായിരുന്നു, ഇപ്പോൾ അതേ മഴയായി. അങ്ങനെ വേണ്ട നമ്മുടെ മെഴുകുവരട്ടി റെഡി ആയിട്ടുണ്ട് ഏകദേശം. കുറച്ചും കൂടെ ഉള്ളരാ, പക്ഷേ വിശപ്പിൻ്റെ വെളി വന്നുകൊണ്ട് ഞങ്ങൾ ഇതും കൊണ്ട് നിർത്തുവാണ്. മീൻകറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഗുളുഗുളാന്നൊക്കെ കേൾക്കുന്ന പറ്റിയിട്ടുണ്ട്. ഓക്കേ, ഞങ്ങൾ ചോറിനാൻ പോകട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇത്തരം വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ പോരായ്മകളൊക്കെ എന്തെങ്കിലും കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ, ബൈ, സീ യു.